നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഏവർക്കും മെക്കഫം റേഡിയോയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് അധ്യാപക ദിനത്തോടനുബന്ധിച്ച സ്പെഷ്യൽ എപ്പിസോഡുമായാണ് ഞങ്ങൾ എത്തുന്നത്. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുകയാണല്ലോ. പൂർണ്ണമായും മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിലെ അധ്യാപകർ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് ഈ എപ്പിസോഡിന്റെ സവിശേഷത. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും കഴിവും സ്വഭാവവും രൂപീകരിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ് അധ്യാപനം. ജീവിത മൂല്യങ്ങൾ പകർന്നു നൽകി വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളർത്തിയെടുക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതാണ് അധ്യാപനം. നമുക്ക് ഓരോരുത്തർക്കും വഴികാട്ടികളായ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കുള്ള സമർപ്പണമാകട്ടെ ഇന്നത്തെ പരിപാടികൾ. ആദ്യം കേൾക്കാം ഗുരുവന്ദനം. വന്ദനം വന്ദനം എൻ സ്നേഹവന്ദനം, വന്ദ്യ ഗുരുജനങ്ങൾക്കെൻ്റെ ആദരം. സ്നേഹപ്രഭ ചൊരിഞ്ഞെന്നെ നയിക്കുന്നോരാത്മ ബന്ധുക്കളാമെൻ്റെ ഗുരുജനം. ജ്ഞാനാമൃതം പകർന്നെന്നിലെ അജ്ഞാന കാകോളമൊക്കെ ശമിപ്പിച്ചിടും സദാ. ഗർവിനാൽ മൂടിയോരെന്നാത്മസത്തയെ മന്ദമായി തൊട്ടു പ്രകാശം ചൊരിഞ്ഞിടും. പാറിപ്പറക്കാൻ ചിറകു തുന്നിത്തരും ആകാശവാതായനങ്ങൾ തുറന്നിടും. നെല്ലും പതിരും തിരിയാതുഴന്നിടും നേരത്തു ഞങ്ങൾക്കു മുത്തശ്ശിയായിടും. നേരിൻ വഴിയെ നടക്കാൻ തുണച്ചിടും, നേരെ നെറികേടു കാൺകിൽ പൊരുതിടും. എന്നാളും എപ്പോഴുമൊപ്പം നടന്നിട്ടു നേരായ മാർഗം തെളിക്കും മഹീതരേ. വന്ദനം വന്ദനം എൻ സ്നേഹവന്ദനം, വന്ദ്യ ഗുരുജനങ്ങൾക്കെൻ്റെ ആദരം. വന്ദ്യ ഗുരുജനങ്ങൾക്കെൻ്റെ ആദരം. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിരവധി വർഷങ്ങളായി പരിരസിച്ചുകൊണ്ടിരിക്കുന്ന സലഫി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ സർ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പണ്ഡിത സംഗമത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ പോവുകയാണ്. തന്റെ ബ്രസീൽ സന്ദർശനത്തിനിടെ അദ്ദേഹം അല്പനേരം മെക് FM ശ്രോതാക്കളോട് സംവദിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, മലബാർ കുടുംബാംഗങ്ങളെ, ഞാനിപ്പോഴുള്ളത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽപ്പെട്ട തെക്കൻ വൻകരയിലുള്ള ബ്രസീലിലാണ്. ബ്രസീലിൻ്റെ സാംസ്കാരിക നഗരമായ റിയോ ഡി ജനീറോയിലാണ്. റിയോ ഡി ജനീറോ നേരത്തെ ബ്രസീൽ ആയിരുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ നടക്കുന്ന ഒരു ഇസ്ലാമിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു ആഗോള ഇസ്ലാമിക സമ്മേളനം. രാജ്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾക്കറിയാം ആയിരിക്കും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇതാണ് ഈ 5 രാജ്യങ്ങൾ കൂടി ചേർന്നുണ്ടാക്കിയ കൂട്ടായ്മയാണ്. 2001 മുതൽക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചയും 2006 അത് യാഥാർത്ഥ്യമായത്. പിന്നീട് അതിലേക്ക് 5 രാജ്യങ്ങളും കൂടി ചേർന്നു. ഈ ഇന്തോനേഷ്യ, UAE, ഇറാൻ, എത്യോപ്യ, സൗദി അറേബ്യ. ഇപ്പോൾ 11 രാജ്യങ്ങളുണ്ട് ഈ ബ്രിക്സ് കൂട്ടായ്മയിൽ.
ചിലര് ആദ്യത്തെ 5 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്രിട്ടൻ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതിന് പിന്നെ 6 കൂടെ വന്നപ്പോൾ ബ്രിക്സ് പ്ലസ് എന്നും പറയാറുണ്ട്. ഈ കൂട്ടായ്മ പല രംഗത്തുമുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ യോഗം ചേരാറുണ്ട്, ഉച്ചകോടി ചേരാൻ, കലാസാഹിത്യ രംഗത്തുള്ള ആളുകളുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായ രംഗത്തുള്ള ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് ചേരാറുണ്ട്. പിന്നെ മതരംഗത്തുള്ള ആളുകൾ, വിവിധ ആളുകൾ, ഒരേ മതത്തിൽപ്പെട്ട വിവിധ വീക്ഷണഗതികളുള്ള ആളുകൾക്ക് ഒരു ഇവിടെ ഈ സമ്മേളനം ഇപ്പോൾ സംഘടിപ്പിച്ചത് ഉള്ള ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻസ്, അതും റഷ്യയിലെ ബോഡി ഓഫ് മുസ്ലിംസ് കൂട്ടത്തിൽ UAE-യിലുള്ള മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ഹ്യൂമാനിറ്റീസ്, ഈ 3 കൂടിച്ചേർന്നാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്, ബ്രിക്സ് സമ്മിറ്റ്. ഇതിൻ്റെ ഉദ്ദേശം ബഹുസ്വര സമൂഹത്തിലെ ജീവിതം, ബഹുസ്വര സമൂഹത്തിലെ മതം തുടങ്ങിയവ ചർച്ച ചെയ്യാനാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ചിന്താരീതികളും മതവിശ്വാസങ്ങളും ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലോ. ഒരു വിഭാഗം ഭൂരിപക്ഷമായിരിക്കും, വേറെ ചിലയിടത്ത് ചില സ്ഥലങ്ങളിൽ ഏതാണ്ട് തുല്യമായിരിക്കും. ഏതായാലും ഒരു ബഹുസ്വരത്തിൽ മതം, വിശ്വാസം, സംസ്കാരം, ഭാഷ, കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടേത് കൊണ്ടു നടക്കുമ്പോൾ മറ്റുള്ളവരെയും അംഗീകരിച്ചു ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സഹിഷ്ണുതയോടുകൂടെയും ജീവിക്കണം. എന്താണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്, എന്താണ് നമ്മുടെ മതഗ്രന്ഥങ്ങളിലുള്ളത്, എന്താണ് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആണ് ഈ മതസമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആയിരുന്നു. ഈ പറഞ്ഞ 11 രാജ്യങ്ങൾക്ക് പുറമെ ബ്രിക്സ് രാജ്യങ്ങളുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇതിൽ പങ്കെടുത്തിരുന്നു. എനിക്കിതിന് ഉണ്ടായത് ഇന്ത്യയിൽ നിന്ന് ഒരാളെയാണ് ക്ഷണിച്ചത്. അപ്പോൾ എനിക്കെൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് വിവരം കിട്ടി. ഇതിൻ്റെ ആസ്ഥാനം ഉള്ളത് ചൈനയിൽ പ്രവർത്തിക്കുന്ന ആ ഓഫീസ് ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ചൈനയിലെ ഷങ്കായ് എന്ന് പറയുന്ന സ്ഥലത്താണത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാളെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം വളരെ പ്രധാനമല്ലോ. മാത്രമല്ല എൻ്റെ കൂടെ ഇവിടുത്തെ നോട്ടീസിലൊക്കെ ഉള്ളത് 2 ഡെസിഗ്നേഷൻ. അതിലൊന്ന് ചെയർമാൻ മലബാർ കേരള എന്നാണ്, മറ്റൊന്ന് HRDF റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്നതുമാണ്. അത് നമുക്ക് മൊത്തത്തിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സ്ഥാപനങ്ങളുമാണ്. അതിൽ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്ന വിഷയം ബഹുസ്വര സമൂഹത്തിലെ മതജീവിതം, വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളുമുള്ള സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിച്ചും ആദരിച്ചും അവകാശങ്ങൾ എല്ലാം നൽകിയും ആക്രമിക്കാതെയും ഉപദ്രവിക്കാതെയും ജീവിക്കണമെന്ന മാനവികമായ വിഷയം. അത് 5 മിനിറ്റ് നേരമാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ. അത് പ്രിപ്പയർ ചെയ്ത് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക. അത് 5 മിനിറ്റാണ് എല്ലാവരും സംസാരിച്ചത്. എല്ലാവരുടെ പ്രസംഗവും 5 മിനിറ്റാണ്. അതുകൊണ്ട് തന്നെ ടൈമിന് അവസാനിക്കാനും എല്ലാം സാധിക്കുന്ന വിധത്തിലാണ്. ആ സമ്മേളനം കഴിഞ്ഞു. ഒരുപാട് ആളുകൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് അവരൊക്കെ പരിചയപ്പെട്ടു. പല ആളുകളും നമ്മുടെ ഇന്ത്യയിൽ വരാം, കേരളത്തിൽ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രബന്ധത്തിൽ പറഞ്ഞു, ബഹുസ്വരതയുടെ കാരണം ഇന്ത്യയാണ്. ഇന്ത്യയിൽ എല്ലാ മതങ്ങളും ഉണ്ട്, എല്ലാ സംസ്കാരങ്ങളും ഉണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്, വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്നു. നാം പറയാറുണ്ടല്ലോ യൂണിസിറ്റി, അത് ഞാൻ അവിടെ പറയുകയും വിവരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമ്മേളനത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് പുറമെ ഇവിടെ ബ്രസീലിലുള്ള ക്രിസ്ത്യൻ ചർച്ചുകളുടെയും വലിയ ആളുകൾ പങ്കെടുത്തിരുന്നു. ഇവിടെ ക്രിസ്ത്യൻസാണ് അധികമുള്ളത്, മറ്റുള്ളവർ അതിൽ
ഇവിടുത്തെ ബിബ്ലിക്കൻ ചർച്ചിലെ റവറൻഡ് ഡാനിയൽ റാൻഗൽ, അതുപോലെ ബ്രസീൽ കത്തോലിക്ക ചർച്ചിലെ ഫാദർ നെൽസൺ അഗസ്റ്റ്, പിന്നെ ഇവിടുത്തെ പാസ്റ്റർ ജോസ്, ഇവരൊക്കെ പങ്കെടുത്തിരുന്നു. ഇവരെല്ലാം വളരെ സന്ധിക്കുകയും ഈ റിയോ ഡി ജനീറ എന്ന പട്ടണത്തിൽ മുസ്ലിം നേതാക്കളെ സ്വാഗതം ചെയ്യുകയും ഈ സമ്മേളനത്തിന് ബ്രസീൽ അതുപോലെ ഇത് തെരഞ്ഞെടുക്കുന്നതിന് അവർ സന്തോഷം അറിയിക്കുകയും നന്ദി അറിയിക്കുകയും മാത്രമല്ല, ഇവർ 3 പേരും അവിടെ സംസാരിച്ചപ്പോൾ ഖുർആനും ഉദ്ധരിച്ചാണ് സംസാരിച്ചത്. അവർ പറഞ്ഞു, യേശുവും അതും മുഹമ്മദ് നബി, ശ്രീ ബുദ്ധനും മഹാത്മാഗാന്ധികളോട് പറഞ്ഞത് സ്നേഹം, കാരുണ്യം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരും കാത്തു സൂക്ഷിച്ച് ഒരുമയോടെ ജീവിക്കണം എന്നത് അവരും എടുത്തു പറഞ്ഞു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, നമ്മളിങ്ങനെ ലോക സമ്മേളനങ്ങളൊക്കെ ചേരുമ്പോഴും ഗസയിൽ 10,000-കണക്കിന് ആളുകൾ അവിടെ ഇസ്രായേലിലെ മരണപ്പെട്ടു പോയല്ലോ. ഏതാണ്ട് 100,000-ഓളം 2 വർഷമായി തുടങ്ങിയ ഈ യുദ്ധത്തിൽ. അതിൻ്റെ മുമ്പ് 10-70 വർഷം തുടർന്നുകൊണ്ടേയിരിക്കുന്ന അക്രമങ്ങൾ വേറെയുണ്ട്. ഇതിനെ ആയി ഈ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ അപലപിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, പലസ്തീൻ വിഷയങ്ങളുടെ മാത്രം വിഷയമല്ല, പലസ്തീനിൽ ഇസ്രായേലിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല, അതുപോലെ അവർ തകർക്കുന്നത് മുസ്ലിം സ്ഥാപനങ്ങൾ, അവിടെ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളുകൾ, സ്ത്രീകൾ, അവരുടെ മതസ്ഥാപനങ്ങൾ ഒക്കെ ഇവർ തകർക്കുന്നുണ്ട്. അത് ജൂതന്മാർക്കും ഒരുപാട് പ്രയാസങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഫലസ്തീനിൽ ഇസ്രായേൽ നടക്രമത്തെ അപലപിക്കണം. എന്നിട്ട് ഫാദർ പറഞ്ഞു, നമ്മൾ നേരം ആ ഹതഭാഗ്യർക്ക് വേണ്ടി മൗനപ്രാർത്ഥന നടത്തി. അങ്ങനെ എല്ലാവരും ആ മൗനപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ ഈ ബഹുസ്വരതയുടെ ആദർശങ്ങൾ എത്തിപ്പെടാറുണ്ട്. സ്വാമി അഗ്നിവേശിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പാർലമെന്റ് ഓഫ് ഓൾ റിലീജിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനം അതിൻ്റെ ആദ്യകാലം മുതൽക്കേ ഉണ്ട്. സ്വാമി അഗ്നിവേശ് മരിച്ചുപോയി. അദ്ദേഹത്തെ 2 തവണ കേരളത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹിന്ദിയിൽ പറയാ സർവധർമ്മ സസ്ഥാൻ. അതുപോലെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമുണ്ട്, ഇപ്പം 3 കടന്നു, CCC കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ. അത് ഉദ്ഘാടനം ചെയ്തത് ദലൈലാമയുടെ പ്രതിനിധിയായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പണ്ഡിതന്മാരും മത നേതാക്കളുമുണ്ട്. ശബരിമലയുടെ അന്നത്തെ ഉദ്ഘാടനത്തിന്, അതുപോലെ തന്നെ ശിവഗിരി ശ്രീനാരായണ ഗുരു അവിടുത്തെ കേന്ദ്രത്തിലെ സ്വാമിമാരുണ്ടായിരുന്നു, ഒരുപാട് ബിഷപ്പുമാരുണ്ടായിരുന്നു. അതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഗൾഫാർ സാഹിബാണ് അതിൻ്റെ ചെയർമാൻ. രാമചന്ദ്രൻ അറിയപ്പെടുന്ന എറണാകുളം കരയോഗത്തിൻ്റെ സെക്രട്ടറി, അദ്ദേഹമാണ് ഇതിൻ്റെ. കോഴിക്കോടും ഇപ്പോൾ 2 വർഷമായിട്ട് വളർന്നു വരുന്നുണ്ട്. PV ചന്ദ്രൻ ചെയർമാനും PK അഹമ്മദ് സെക്രട്ടറിയുമായിട്ട് മിഷ് എന്ന് പറയും, മലബാർ ഇനേറ്റ് ഫോർ സോഷ്യൽ ഹാർമണി. ഇതൊക്കെ മനുഷ്യ സൗഹാർദ്ദം ചെയ്യുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. എനിക്ക് നേരത്തെ താല്പര്യമുള്ളതായതുകൊണ്ട് ഈ സമ്മേളനത്തിലും വലിയ ഒരു കൂടി പങ്കെടുക്കാൻ സാധിച്ചു എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും നേരുന്നു. അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥി സമൂഹത്തിൽ അധ്യാപകർക്ക് എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷെറീന മാം. Good morning, my dear students. It's a great privilege and joy to share my experiences with you on this special occasion. Teaching, to be honest, was not my first chosen profession. I once dreamt of becoming an advocate. But life had other plans, and I was fortunate enough to turn towards teaching, a profession which slowly became my true passion. With 14 years of teaching experience in an international school in Saudi Arabia, I had the opportunity to handle students from different nationalities. It was indeed a rich and beautiful journey, though not without its challenges. I still remember one of my students who once told me frankly that she didn't like me simply because I taught history. But later,
After completing her 10th standard, she came back to me and said, "Ma'am, you are the only one who can make history feel like a drama on stage." That moment of appreciation still touches my heart. Another unforgettable experience was when a former student, on her wedding day, sent me a message: "Ma'am, your presence at my nikah would be the greatest gift I could ever receive." Such words are priceless for a teacher. It is in such moments that I realize teaching is not just a profession, it is a calling, a bond, and a lifelong connection with students. To my dear students, I want to say this: you are the reason we teachers stand strong in this profession. Never doubt your worth, never stop asking questions, and always carry forward the values you learn here. And to my fellow teachers, I say this with pride. We are not just educators, we are nation builders, we are memory makers, we are dream shapers. Today, I'm not be in the classroom, but I still remain closely connected with the schools, with students, teachers, and this inspiring educational atmosphere. I thank God for giving me this opportunity to always be here. As I look back on my journey, I feel nothing but gratitude for this noble profession. Thank you. Thank you, my dears. ഒരു നല്ല അധ്യാപകൻ ഒരു കൂട്ടം നല്ല വ്യക്തികളെ സൃഷ്ടിക്കുന്നു. അതുവഴി ഒരു നല്ല സമൂഹത്തെയും ഉന്നതമായ രാഷ്ട്രത്തെയും. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർക്കുള്ള പങ്ക് ഒട്ടും ചെറുതല്ല എന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഗുരുവെന്നത് അജ്ഞാനമാകുന്ന തമസിനെ അകറ്റുന്ന ദീപനാളമാണ്. വിജ്ഞാനമെന്ന കൈത്തിരിനാളം പകർന്നു നൽകിയ അധ്യാപകർക്ക് ആദരമർപ്പിക്കുന്നു NEMS അധ്യാപിക ഷാഹിന ടീച്ചർ. ഗുരുവാണെനിക്കിന്നു മണയാത്ത ദീപമായി, ഇരുളിൻ്റെ പാതയിൽ വഴികാട്ടിയായി. വിദ്യതൻ പ്രഭ എൻ്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ. അറിവിൻ്റെ തിരിനാളമണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ, നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു, ഉയരെ പറക്കുവാൻ ആശ നൽകി. നന്മയും തിന്മയും വേർതിരിച്ചിടുവാൻ ജ്ഞാനം പകർന്നതും നിങ്ങളല്ലോ. അഴലിൻ്റെ പാതയിൽ വഴുതി വീഴാതെന്നെ കനിവാർന്ന കൈകളിൽ ചേർത്തുവല്ലോ. വിജ്ഞാനമാകുന്ന അണയാത്ത ദീപമേ, മുന്നിൽ തെളിച്ചതും ഗുരുവല്ലയോ. അർപ്പിച്ചിടുന്നിതായിരമായിരം എന്നഭിവാദ്യങ്ങൾ ഗുരുനാഥരെ, എന്നഭിവാദ്യങ്ങൾ ഗുരുനാഥരെ. മാതൃകയായ അധ്യാപകൻ ഭാവി തലമുറയ്ക്കുള്ള പ്രചോദനമാണ്. അതെ, ഒരു അധ്യാപകന്റെ മാതൃകാപരമായ ജീവിതം തന്നെയാണ് വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ പാഠപുസ്തകം. അടുത്തതായി ഒരു അധ്യാപക ദിന സന്ദേശം നൽകുന്നത് ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ അബ്ദുൽ ഗഫൂർ. ഓരോ വർഷവും സെപ്റ്റംബർ 5-ാം തീയതി നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ മഹാനായ തത്വചിന്തകനും പണ്ഡിതനും രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തിലാണ്. അദ്ദേഹം ഒരു അധ്യാപകനെന്ന നിലയിൽ തന്നെ ഏറ്റവും അഭിമാനിച്ചു കണ്ടിരുന്നു. ഞാൻ ആദ്യം ഒരധ്യാപകൻ, പിന്നെ രാഷ്ട്രപതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അധ്യാപകർ അറിവ് പകർന്നു നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. നല്ല മനുഷ്യരാകാനും ജീവിത മൂല്യങ്ങൾ വളർത്താനും നമ്മെ സഹായിക്കുന്നു. ഒരു വിളക്ക് പോലെ സ്വന്തം പ്രകാശം ചെലവഴിച്ച് മറ്റുള്ളവരുടെ ജീവിതം പ്രകാശിപ്പിക്കുന്നവരാണ് അധ്യാപകർ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ആദ്യത്തെ അധ്യാപകർ ആരെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും, നമ്മുടെ അച്ഛനും അമ്മയുമാണെന്ന്. ഈ ദിനത്തിൽ
എസ് രാധാകൃഷ്ണൻ മാഷിനെ സ്മരിക്കുമ്പോൾ നമ്മുടെ വളർച്ചയ്ക്കും വിജയത്തിനും പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ ഗുരുനാഥന്മാർക്കും എല്ലാ അച്ഛനമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും അറിയിക്കുന്നു. മലബാർ എഡ്യൂസിറ്റിയിലടക്കമുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. അടുത്തതായി മനോഹരമായ ഒരു മാപ്പിളപ്പാട്ട് ആസ്വദിക്കാം. അവതരണം അൽഫിത്ര പ്രീ സ്കൂളിലെ ഷാഹിന ടീച്ചർ. സുഹുബാരോ മുത്തുശതുള്ളിലെ തങ്കിടും വിള്ളായി അതിർപ്പമെന്തായി ഉള്ളിത്തുള്ളി പുളിക്കുന്നിതാ. ഈമാൻ വീണ്ടും വീണ്ടും മരിക്കുന്നിതാ. തൂമാൻ കൊണ്ടാൽ വകമിണ്ടാരുതം ചിന്തായ് വക കടുകഠിനം. സന്തോഷ പൊങ്കിടും സംകൃത ചിന്തടം സിംഗപ്പുലികളകാം. ഹൊലിവിങ്കിടം ഹൈറായ് അത് നിന്റേതോ കെസുറായ്. ജഹുലുറ്റ ഭുജഹരൊപ്പരമൽപ്പുണ്ട് ജഗമുണ്ട് മൊഞ്ചുണ്ട് നെഞ്ചിൽ കിബറുണ്ട് ജ്വരമായി മദ്ദള കൈമണി കിങ്ങിണി ചങ്കിൽ ചുളമതായി തോളിൽ താഴ്മ മന്ദിരിയായി വമ്പും വമ്പോട് കാളമതായി. ചുട്ടേങ്കിൽ പട്ടേങ്കിൽ കൊത്തൂങ്കൾ കൊത്തുള്ളി കല്ലുകൾ വില്ലുകളായി നബികൾ തേടി പുറപ്പെടലായി. റഹ്കാനാളിന്തറ്റെ ഹിൽമയെടുത്തിടെ രജബുണ്ട് എന്തിട്ട് ഷീണ്ടയിൽ കണ്ടിടെ കണ്ടെ ഷീണ്ടയിൽ തീണ്ടിടും അഹ്ബറും എത്തി കുറേശൂന ബങ്കും ബങ്കുശ വിദ്വര ദണ്ടും ദണ്ടുമ വിദ്വര രണ്ടും മുജ്ജാറ്റിൻ സെയ്തരാ. അമ്പീറ്റർ ഇമ്പീറ്റർ ഇമ്പേർണർ മുമ്പേർണർ മിണ്ടത മൊളിയോടെ ബദറിൽ വാദിയിൽ ചേർന്നിടലായി. സുഹ്ബാരോ മുത്തുശതുള്ളിലെ തങ്കിടും വിള്ളായി അതിർപ്പമെന്തായി ഉള്ളിത്തുള്ളി പുളിക്കുന്നിതാ. ഈമാൻ വീണ്ടും വീണ്ടും മരിക്കുന്നിതാ. തൂമാൻ കൊണ്ടാൽ വകമിണ്ടാരുതം ചിന്തായ് വക കടുകഠിനം. സന്തോഷ പൊങ്കിടും സംകൃത ചിന്തടം സിംഗപ്പുലികളകാം. ഹൊലിവിങ്കിടം ഹൈറായ് അത് നിന്റേതോ കെസുറായ്. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് ആശംസകൾ അർപ്പിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മിസ്സിസ് ഫമിദ ഗഫൂർ. Good morning. On this Teacher's Day, I want to share something from my heart. A teacher's true reward is not in medals or certificates, but in the smile of a child who has learned something new, in the confidence that slowly grows in a shy student, and in the kindness we see reflected in your actions. We teachers may not always say it, but each of you is special to us. Your laughter, your curiosity, and even your little mistakes give meaning to our work. Remember, education is not only about marks, it is about becoming good human beings who spread light wherever they go. On this day, as a teacher, my only wish is that you dream big, work hard, and carry forward the values of love, respect, and honesty. You are the future, and we are proud to walk beside you in this journey. Happy Teachers' Day. അഗാധമായ ജ്ഞാനത്തിനും വിനയത്തിനും പേരുകേട്ട ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെയും വീക്ഷണങ്ങളെയും മാതൃകയാക്കാൻ നമുക്കും ശ്രമിക്കാം. സ്വയം ചിന്തിക്കാൻ സഹായിക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ പുസ്തകങ്ങൾ തുറന്ന് അറിവ് നൽകുകയല്ല, മറിച്ച് ജീവിതം തുറന്ന് വഴി കാട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാ അധ്യാപകർക്കും ഹൃദയപൂർവ്വം നേരുന്നു അധ്യാപക ദിന ആശംസകൾ. ഇതോടെ ഇന്നത്തെ പ്രത്യേക എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു എപ്പിസോഡുമായി തിരികെ എത്താം.